അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഹ്ലൻ വസഹ്ലൻ വമർഹബൻ ബിക്കും ഇലാ ലിഖാഇന الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة ثانية من دروس اللغة العربية لغير الناطقين بها. وأين وقفنا في الدرس الماضي؟ എവിടെ നിർത്തിയത്? സിയാറത്ത് സിയാറത്താണ്. പേജ് 144. 144 ആണ്. ഇല്ല, 144 ജാബു ഇലൽ ഇസ്തിഖ്ബാൽ റഈസിഹിം. 144 لا يجوز كلام الإنجليزي. لا 144 يجوز كلام الإنجليزي. 140 لا نقبل. 144 It is not acceptable. 144. 144 144 മിഅ. ഒന്നുകിൽ അറബി അല്ലെങ്കിൽ മലയാളം. മദീനത്തുൽ മുനവ്വറ സിയാറത്തുൽ മസ്ജിദ് റസൂലി സല്ലല്ലാഹു അലൈഹി ദേശം മുനവ്വിറത്ത്. മുനവ്വിറത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രകാശിപ്പിക്കുന്നത്. നവ്വറ പ്രകാശിപ്പിച്ചു, നൂർ പ്രകാശം. മുനവ്വറത്തുൻ പ്രകാശിപ്പിക്കപ്പെട്ടത്. കർത്താവ്. കർത്താവൊന്നുമല്ല, കർമ്മം. ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊൽ എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇസ്മുൽ മഫ്ഊൽ. പറഞ്ഞ തെറ്റാണ്. കർമ്മം എന്ന് പറഞ്ഞ അല്ല, മുനവ്വറത്തുൻ മുനവ്വിറത്തുൻ. മുനവ്വറത്തുൻ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ മഫ്ഊലാണ്. പ്രകാശിപ്പിക്കപ്പെട്ടത് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രകാശപൂരിതമായ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പ്രകാശം ലഭിച്ചത് എന്ന അർത്ഥത്തിൽ. മുനവ്വിറത്തുൻ എന്ന് പറഞ്ഞാല് പ്രകാശിപ്പിക്കുന്നത് എന്നാണ്. സ്വയം പ്രകാശിക്കുന്നത്. അല്ല, പ്രകാശിപ്പിക്കപ്പെട്ടത്. സ്വയംത്തിന്റെ കാര്യം പറഞ്ഞില്ല. പ്രകാശിക്കപ്പെട്ടതെന്ന് പറയുമ്പോ അത് കർമ്മണി പ്രയോഗമായില്ലേ? അതെ, കർമ്മണി പ്രയോഗം എന്നല്ല എന്ന് പറയുന്നത്. ഇസ്മുൽ മഫ്ഊൽ എന്നാണ് പറയുക. ഇസ്മുൽ മഫ്ഊൽ. കേട്ടാ, മൂന്ന് സംഗതിയായിട്ട് മനസ്സിലാക്കണം. കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത് ഫിഅലായിരിക്കും. ഓക്കെ. ഇസ്മുൽ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഫിഅലിൽ നിന്നും ഡിറൈവ് ആയി അല്ലെങ്കിൽ വേർതിരിഞ്ഞു വന്ന ഒരു രൂപങ്ങളിൽ ഒരു രൂപം. അപ്പൊ ഫിഅലിൽ നിന്നും വേർതിരിഞ്ഞു വരുന്ന രൂപങ്ങൾക്ക് ഓരോന്നിനും ഓരോ പേരുണ്ട്. ഫിഅല്, മാളി, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസ്. പിന്നെ ഫിഅലുൽ അംർ, കൽപ്പനക്രിയ, ഓർഡർ ഫോം, ഇംപെരറ്റീവ് മോഡ്. ഫിഅലുൽ നഹി, വിരോധക്രിയ. പിന്നെ ഇസ്മുൽ ഫാഇല്, ഇസ്മുൽ മഫ്ഊല്, മസ്ദർ. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. 21 രൂപങ്ങൾ. പിന്നെ മുഅന്നസ്, ഫിഅല് മുഅന്നസ്, സ്ത്രീലിംഗ രൂപം. സ്ത്രീലിംഗത്തിന്റെ 2 രൂപങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 21 രൂപങ്ങളിലുള്ളത്. നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറെങ്കിൽ അത് കൂടുതൽ നമ്മൾ ചൊല്ലിപ്പഠിച്ച ആ സംഭവം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ. 144 എവിടെ നിർത്തിയത്? أظن أنهم ذهبوا. كتبتم الواجبات؟ نعم كتبنا. أنا لم أكتب. ما هو الشيء الذي
لم تفهمه في الدرس لم أفهم الفرق بين الجملة الاسمية والجملة الفعلية كثير من الطلاب لم يفهموا هذا അത് കഴിഞ്ഞില്ലേ 40 കഴിഞ്ഞ് എവിടെ നിർത്തിയത് കറക്റ്റ് ആയിട്ട് ആർക്കറിയാം ഇപ്പൊ വായിച്ചില്ലേ അത് എന്നാ, മദീനത്തിൽ മുനവ്വറിൽ സിയാറത്ത് മസ്ജിദ് റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇത് തുടങ്ങേണ്ടത്. പേജ് നമ്പർ എവിടെ പേജ് 40 ആണോ 144 40 ഇവിടെ കിടക്കുന്നത് ദർസ് ഹാദിൽ ഹിഷ്റൂന ഹാദി വൽ ഇശ്റൂൻ അൽ മുദരിസ് ഉക്തുബുൽ വാജിബാത്തു യാ അബ്നായി. അതാ ആ കതബത്തുൽ വാജിബാത്ത് ഓക്കെ ഉക്തുബല്ല ആ കതബത്തുൽ വാജിബാത്ത് നിങ്ങൾ കണ്ണട വയ്ക്കുന്നുണ്ടോ ഉണ്ട്. അതാണ് ഫതഹ് നന്നായിട്ട് തോന്നുന്നത് കാരണം ഫോറിൻ ബോഡീസ് ഒന്നും ഫോറിൻ സംഗതി ഒന്നും ബോഡി അക്സെപ്റ്റ് ചെയ്തെന്നാണ് നിയമം എങ്ങനെയൊക്കെ ഇതൊക്കെ ശരിയായി പോകുന്നതാ അതിനവർ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയും അത് കളഞ്ഞിട്ട് വല്ല അക്കിപ്പഞ്ചത്ത് ചികിത്സയൊക്കെ നോക്കുക അപ്പൊ ഫത്തായിട്ട് തോന്നും ആ കതബത്തുൽ വാജിബാത്തി നിങ്ങൾ വാജിബാത്ത് എക്സസൈസ് ചെയ്തോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തോ യാ ബിനായി മക്കളെ കുട്ടികളെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ കുട്ടികളെ എന്ന അർത്ഥത്തിലാണ് അബിനായി എന്ന് വിളിച്ചത് അത്തുല്ലാബു ഞാൻ കതബിന ഞങ്ങൾ എഴുതി കഴിഞ്ഞു അലി അന ലം അക്തുബ് അന ലം അക്തുബ് ഞാൻ എഴുതിയില്ല ഞാൻ എഴുതിയിട്ടില്ല അപ്പൊ ലം വരുമ്പോ എന്ത് വേണം ലം വരുമ്പോൾ അവസാനം ലം അക്തുബ് അവസാനം സുക്കൂൻ ചെയ്യുക അല്ലെങ്കിൽ ജസ്മ് ചെയ്യുക എന്നാണ് അതിന്റെ നിയമം കേട്ടോ ജസ്മ് ചെയ്യുക എന്നാണ് പറയുന്നത് കാരണം എപ്പോഴും ഇവിടെ സുക്കൂൻ കാണാൻ പറ്റില്ല നമ്മൾ മനസ്സിലാകാൻ വേണ്ടി സുക്കൂൻ ചെയ്യുക എന്ന് പറയും സുക്കൂൻ കൊടുക്കുകയല്ല സുക്കൂൻ കൊടുക്കുമ്പോഴത്തേക്ക് കതബിന എന്ന് പറയുന്നത് ഭാഗം സുക്കൂനാണ് ആ സുക്കൂനല്ല സുക്കൂൻ ചെയ്യുക എന്ന് പറഞ്ഞു ഓക്കെ ആ അർത്ഥത്തിലാണ് സുക്കൂന്റെ ആക്ടിവിറ്റി അതായത് ജസ്മി ചെയ്യുക എന്നാണ് അതിന്റെ ടെക്നിക്കൽ വാക്ക് സാങ്കേതിക പദം ഗ്രാമറിലെ സാങ്കേതിക പദം ജസ്മി ചെയ്യുക എന്നാണ് കാരണം എല്ലായ്പ്പോഴും സുക്കൂൻ അവിടെ കാണില്ല ഇവിടെ നമ്മൾ കാണാം അന ലം അക്തുബ് ഞാൻ എഴുതിയില്ല അപ്പൊ ലം വന്നാല് ജസ്മി ചെയ്യണം അപ്പോ ഏകവചനമാണെങ്കിൽ അവിടെ എന്താണ് സുക്കൂൻ കാണും ലം അക്തുബ് അന ലം അക്തുബ് അപ്പൊ ലം വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിന്റെ മീനിങ് ആണ് ശേഷം ലമ്മിന് ശേഷം വരുന്ന എപ്പോഴും പ്രസന്റ് ടെൻസിലായിരിക്കും അഥവാ മുളാരിയിലായിരിക്കും വരിക പക്ഷെ മാവിയുടെ മീനിങ് ആയിരിക്കും അന ലം അക്തുബ് ഐ ഡിഡ് നോട്ട് റൈറ്റ് ഐ ഡിഡ്ന്റ് റൈറ്റ് പാസ്റ്റ് ടെൻസിലാ അത് മുദരിസ് ലിമ ലം തക്തുബ് why didn't you write നീ എന്തുകൊണ്ടാണ് എഴുതാഞ്ഞത് യാ ബുനയ്യ മൈ സൺ എന്റെ കുട്ടിയെ നീ എന്താ എഴുതാഞ്ഞത് അപ്പോ ലിമ ലം തക്തുബ് അപ്പൊ അക്തുബ് എന്ന് പറഞ്ഞെടുത്ത് എന്താണ് ഏകവചനമാണ് അവിടെ സുക്കൂൻ കാണും തക്തുബ് എന്ന് പറഞ്ഞെടുത്ത് എന്താണ് ഏകവചനമാണ് അവിടെയും സുക്കൂൻ കാണും അലി ലിഅന്നനി ലിഅന്ന എന്ന് പറഞ്ഞാൽ ബിക്കോസ് ലി എന്ന് പറഞ്ഞാൽ ഇക്കിന് വേണ്ടിയതാണ് ഇന്ന തീർച്ചയായും പക്ഷെ ലിഅന്ന ചേർന്ന് വന്നാൽ ബിക്കോസ് നീ മീൻസ് നീ എന്ന് പറഞ്ഞാൽ ലിഅന്ന കഴിഞ്ഞിട്ട് യാ ഉൽ മുത്തക്കല്ലിമാണ് സ്പോക്സ്മാൻസ് യാ സംസാരിക്കുന്ന ആളുടെ യാ അപ്പൊ അതിന്റെ അന്നയുടെ ഫത്തഹ അവിടെ കാണിക്കാൻ വേണ്ടി നൂന് കൊടുത്തിട്ടാണ് എഴുതുക യാ ഉൽ മുത്തക്കല്ലിം വന്നാൽ പലപ്പോഴും കിതാബുൻ കിതാബിന്റെ കൂടെ യാ ഉൽ മുത്തക്കല്ലിം ചേർത്ത് എന്താവും കിതാബി എന്നാവും
സംസാരിക്കുന്ന ആളുടെ യാ ചേർത്താൽ കിതാബി എന്നാകും. പക്ഷെ നാമത്തിൽ അങ്ങനെ പറ്റും. പക്ഷെ ഇന്നൊരു നമുക്ക് അടയാളം മാറ്റാൻ പറ്റില്ല. ഇന്നയുടെ രൂപന്റെ അടയാളം മാറ്റാൻ പറ്റില്ല. ഇന്നേക്ക് വരെ ഇന്നി എന്ന് പറയാൻ പറ്റില്ല. ഇന്നി എന്ന് വേറെ യൂസേജ് ഉണ്ട്. അതായത് ഇന്നയും നീ യാങ് മുത്തകലും കൂടെ ചേർത്താൽ ഒന്നുകിൽ ഇന്നി എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ന നീ എന്ന് പറയാം. അപ്പൊ ഇന്ന നീ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്നയുടെ അടയാളം വ്യക്തമാക്കി കാണിക്കാൻ വേണ്ടി പിന്നെ ഒരു നാ ചേർക്കും. ഈ നായുടെ പേരാണ് സേഫ്റ്റി നൂൻ. അപ്പൊ ഇംഗ്ലീഷിലാണ്. കാരണം ചില വാക്കുകൾ നമ്മൾ ഇങ്ങനെ പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കും. കാരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ, ഒരുപാട് സാങ്കേതിക. ഇപ്പൊ നമ്മൾ ഒരു സാങ്കേതിക പദം പഠിക്കണം, ഏത് ജസ്മ് ചെയ്യുക എന്നത്. പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇടയ്ക്ക് വരുന്ന നൂന് എവിടെയെങ്കിലും നമുക്ക് ക്ലാസ് വരും. ആ ക്ലാസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ പറയാം. നേരത്തെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ് എവിടെയെങ്കിലും നോക്കാം. ലം അഫ്ഹം, അവിടെയും എന്താണ്? അഫ്ഹം ഏകവചനമാണ്. അപ്പൊ അവിടെയും അപ്പൊ അഫ്ഹം എന്നത് ഏകവചനമാണ്. അവിടെ മീമിന് സുക്കൂനാണ് ഒറിജിനലി ഉള്ളത്. ഇപ്പോഴും അഫ്ഹം എന്ന സുക്കൂൻ തന്നെയാണ് ഉള്ളത്. പക്ഷെ അദ്ദർസില് ഹംസത്തുൽ വസ്ൽ കൂടെ ചേരുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് സുക്കൂനാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രിയയുടെ സുക്കൂൻ മാറ്റുന്നത് കസർ കൊടുത്തുകൊണ്ടാണ്. ക്രിയയുടെ സുക്കൂൻ മാറ്റുന്നത് കസർ കൊടുത്തു. രണ്ട് സുക്കൂൻ എടുത്തു വന്നാൽ ആദ്യത്തെ സുക്കൂൻ മാറ്റണം. അപ്പോ ഇത് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ക്രിയയ്ക്ക് വന്നതാണ് ലം അഫ്ഹം എന്ന് പറഞ്ഞത് ക്രിയയാണ്. അപ്പൊ ക്രിയയുടെ സുക്കൂൻ മാറ്റണമെങ്കിൽ കസർ കൊടുത്തിട്ടാണ് മാറ്റുക. ലം അഫ്ഹമി ദർസ. മുമ്പ് ഏതൊരു ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 1-2 ക്ലാസ്സിൽ. മിൻ വന്നാൽ മിന്നിന്റെ സുക്കൂൻ മാറ്റുന്നത് ഫത്ഹ കൊടുത്തിട്ടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ. മന്നിന്റെ സുക്കൂൻ മാറ്റുന്നത് മനി ഇഹ്തദ ഫഇന്നമാ യഹ്തദി നഫ്സി. 1-2 ക്ലാസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ അങ്ങനെ സുക്കൂൻ, 2 സുക്കൂൻ വന്നതിന്റെ സുക്കൂൻ മാറ്റിയതാണ്. അപ്പൊ അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ലം അഫ്ഹമി ദർസ المدرس ما هو الشيء الذي لم تفهمه في الدرس؟ ما هو الشيء؟ എന്ത് കാര്യമാണ് നമ്മുടെ മലയാളത്തിൽ ചോദിക്കും എന്ത് കാര്യമാണ്, എന്ത് വസ്തുതയാണ്, അല്ലെങ്കിൽ എന്തൊന്നാണ്. എന്ത് കാര്യമാണ്? അല്ലദീ ലം തഫ്ഹം. അപ്പോ നേരത്തെ അക്തുബ് എന്ന് പറഞ്ഞപ്പം സംസാരിക്കുന്ന ഒരാളാണ്. തക്തുബ് എന്ന് പറഞ്ഞിടത്തും നീ എന്നാണ്. ഇവിടെയും തഫ്ഹം എന്നിടത്ത് നീ എന്നാണ്. ലം തഫ്ഹം, എന്താണ് നീ മനസ്സിലാക്കാതെ? തഫ്ഹം ഹു. അല്ലദീ എന്ന് പറഞ്ഞില്ലേ? ലം മാ ഹുവ ശൈഉ, എന്ത് വസ്തുതയാണ്? അല്ലദീ, യാതൊന്ന്. ലം തഫ്ഹം, നീ മനസ്സിലാക്കിയിട്ടില്ല. ഹു, അതിനെ. ഇപ്പൊ ലം തഫ്ഹം ഹു എന്ന് പറഞ്ഞ ഹു എങ്ങോട്ടേക്കാ പോകുന്നത്? ആ സൂചന ഏതിലേക്കാണ്? ആ ഒരു കാര്യം അല്ലദീലേക്ക്. ഷൈഇലല്ല, അല്ലദീലേക്ക്. ഷൈഇ കഴിഞ്ഞിട്ട് വന്നു യാതൊന്നാണ്. ലം തഫ്ഹം, നീ ഗ്രഹിച്ചിട്ടില്ല. ഹു, അതിനെ. ഫിദ്ദർസി, പാഠത്തിൽ നീ മനസ്സിലാക്കാത്തതായ എന്തൊരു സംഗതിയാണ് ഉള്ളത്? لم أفهم الفرق بين الجملة الاسمية والجملة الفعلية. لم أفهم, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അൽ ഫർഖ, ഡിഫറൻസ് ബിറ്റ്വീൻ. ലം അഫ്ഹം, നേരത്തെ പറഞ്ഞ പോലെ അഫ്ഹം എന്ന വാക്ക് തന്നെയാണ് ഇവിടെയുള്ളത്. 2 സുക്കൂൻ കാരണമായാണ് അവിടെ അഫ്ഹമി എന്ന് വന്നത്. ലം അഫ്ഹം അൽ ഫർഖ. ഫർഖ് എന്താണ്? ഡിഫറൻസ്, വ്യത്യാസം. ബൈനൽ ജുംലത്തിൽ ഇസ്മിയത്തി. ജുംലത്തി കഴിഞ്ഞാൽ പിന്നെ അൽ ഇസ്മിയത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇസ്മിന്റെ അലിഫ് ഹംസത്തുൽ വസ്ലാണ്. ഇസ്മിന്റെ ഹംസ എന്ന് പറയുന്നത് ഹംസത്തുൽ വസ്ലാണ്. അപ്പൊ അൽ ഇസ്മു എന്ന് പറയാൻ പറ്റില്ല. അൽ ഇസ്മു എന്നാണ് പറയുക. അൽ ഇസ്മു. ഖുറാനിൽ അൽ ഇസ്മു എന്ന് വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ?
ആരും വായിച്ചില്ല. എത്ര ഖത്തം ഓതി നിങ്ങള് ഖുർആൻ? എത്ര പ്രാവശ്യം ഓതി? ഒരു 25 പ്രാവശ്യമെങ്കിലും ഓതാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ ക്ലാസ്. ഉണ്ടോ? 25 പ്രാവശ്യം ഖുർആൻ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആലിസ്മു എന്നൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആർക്ക് പറയാം? അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് മോശം കാര്യമാണ്, വളരെ മോശമാണ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. മോശമായ നാമം എന്നാണ് അതിൽ. സാർ ഒന്നും കേൾക്കുന്നില്ല. അയ്യോ. സാർ കേൾക്കുന്നില്ല. സൗണ്ട് ഇല്ല. ഹംസത്തുൽ വസ്ലിന്റെ ഒറിജിനൽ എന്താണ്? അടയാളം സുക്കൂനാണ്. ഹംസത്തുൽ വസ്ലിന് ഒറിജിനലി സുക്കൂനാണ് അടയാളം. അല്ലിന് ലാമിന് സുക്കൂനാണ്. അപ്പൊ രണ്ട് ലാമിന്റെ രണ്ട് സുക്കൂനും കൂടി ചേർന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സുക്കൂന് ആദ്യത്തെ സുക്കൂൻ മാറ്റണം. ആദ്യത്തെ സുക്കൂൻ മാറ്റണം. ആദ്യത്തേത് ഏതാണ്? അൽ ഇസ്മു എന്ന് പറഞ്ഞെടുത്ത് അൽ ഇസ്മു എന്ന് പറഞ്ഞെടുത്ത് ആദ്യത്തെ അൽ ഇസ്മു എന്ന് പറഞ്ഞ ലാമിന് സുക്കൂന്, ഇസ്മിന്റെ ഹംസത്തിന് സുക്കൂന്. ആദ്യത്തെ സുക്കൂൻ ഏതാ? ആദ്യത്തെ അക്ഷരം ഏതാ? സുക്കൂനുള്ള ലാമാണ്. അപ്പൊ അൽ ഇസ്മു എന്നതിന് പകരം അൽ ഇസ്മു എന്നാ വരും. അൽ ഇസ്മു. ഓക്കെ, സൂറത്തുൽ ഹുജറാത്ത് എടുത്ത് വായിച്ചു നോക്കണേ. 10 പ്രാവശ്യം വായിക്കണം സൂറത്തുൽ ഹുജറാത്ത്. ആ പേജ് ആയത്ത് വരുന്ന ആയത്ത് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ അമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ ഹുമുൽ ഫാസിഖൂൻ. അസ്തഗ്ഫിറുല്ലാഹ്. അമൻ ലം യതുബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ബിഇസൽ ഇസ്മുൽ ഫുസൂഖു യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ഒക്കെ ആയത്ത് 10 പ്രാവശ്യം വായിക്കുക. അല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം നേരത്തെ ഖത്തം ഓതിയിട്ടുണ്ടോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രാവശ്യം അത് വായിക്കുക. അപ്പൊ അതിന്റെ കോമ്പൻസേഷൻ ആകുള്ളൂ. എല്ലാവരും അല്ല കിടക്കുന്നിടത്ത് എല്ലാം അല്ലെന്ന് കാണാതെ വായിക്കുകയാണ്. ആൾക്കാർ വിചാരിക്കും ഇനി അവിടെ കെസിട്ടിട്ടുണ്ട്. നല്ലത് നോക്കണേ, ലാമിന്റെ താഴെ കെസിട്ടിട്ടുണ്ട്. ലാമിന്റെ താഴെയാണ് കെസിട്ടിട്ടുള്ളത്. ഇസ കഴിഞ്ഞിട്ട് സ കഴിഞ്ഞിട്ട് പിന്നെ അൽ ഉണ്ട്. ആ അല്ലിന്റെ ലാമിന്റെ താഴെയാണ് കസലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഹംസത്തുൽ വസ്ലുണ്ട്, പിന്നെ സീന്. ഹംസത്തുൽ വസ്ലിന്റെ അടയാളമായ സ്വാദിന്റെ തല ഉണ്ടാകും അവിടെ. അൽ ഇസ്മിന്റെ ലാമിന് കസലുണ്ട്. അപ്പൊ ബിഇസ ലിസ്മുൽ ഫുസൂഖു എന്ന് വായിക്കണം, ചേർത്ത് വായിക്കണം. ബിഇസ ലിസ്മുൽ ഫുസൂഖു. ഓക്കെ, അപ്പൊ ഇത് അതോട് ക്ലിയർ ആയി. അപ്പോൾ ലം അഫ്ഹമിൽ ഫർഖ ബൈനൽ ജുംലത്തിൽ ഇസ്മിയ്യത്തി വൽ ജുംലത്തിൽ ഫിഅലിയ്യത്തി. നാമവാക്യവും ക്രിയാവാക്യവും എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, വ്യത്യാസം മനസ്സിലായിട്ടില്ല. അബ്ബാസ് കസീറും മിന തുല്ലാബി ലം യഫ്ഹമൂ ഹാദാ. അപ്പോൾ കസീറും മിന തുല്ലാബി, ലോട്ട് ഓഫ് സ്റ്റുഡൻസ് അത് മനസ്സിലാക്കിയിട്ടില്ല. ലം യഫ്ഹമൂ. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ലം യഫ്ഹമൂ എന്നാണ്. അവർ മനസ്സിലാക്കിയിട്ടില്ല. അത് ബഹുവചനമാണ്. നമ്മൾ നേരത്തെ ലെൻ പഠിച്ചിരുന്നല്ലോ. ലെൻ പഠിച്ചായിരുന്നോ? ലെന്നിന്റെ ആക്ഷൻ എന്താണ്? ആക്ടിവിറ്റി എന്താ? ഇല്ല, ഫ്യൂച്ചറിൽ ഇല്ല പറയാ. ഞാൻ ഇപ്പൊ പോകുന്നില്ല. അതിന്റെ ആക്ടിവിറ്റി എന്താ? ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, മീനിങ് അല്ലേ ചോദിച്ചത്. അപൂർണക്രിയയുടെ അവസാനം നെസ്ബ് ചെയ്യും. അപൂർണക്രിയക്ക് നെസ്ബി അവസാനം 10 കൊടുക്കും.
അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഏതിനൊക്കെ ഫത്തഹ കൊടുക്കുമ്പോൾ ഏതിനൊക്കെയാണ് നൂന് പോയി ഫത്തഹ വരുന്നത് എന്ന്. നസ്ബ് ചെയ്യപ്പെടുമ്പോൾ നൂൻ പോകുന്നത് ആർക്കൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അല്ല അഫ്ആലുൽ ഖംസ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. പഞ്ച പാണ്ഡവന്മാരല്ല, പഞ്ചക്രിയകൾ. അപ്പൊ പഞ്ചക്രിയകൾക്ക് നസ്ബ് വരുമ്പോഴും ജസ്മ് വരുമ്പോഴും നൂൻ കളയുകയാണ് ചെയ്യുക. അതാണ് അവിടെ നസ്ബിന്റെ അടയാളം അല്ലെങ്കിൽ ജസ്മിന്റെ അടയാളം. ഏകവചനത്തിൽ എന്താവും? അല്ല, ഈ പഞ്ചക്രിയകളല്ലാത്ത ക്രിയകൾക്ക് അവസാനം സുക്കൂൻ കാണാം. പഞ്ചക്രിയകൾ ഏതൊക്കെയാണ്? ആനി ഈന ഊന, ആനി ഈന ഊന ഉള്ള ക്രിയകൾ. ആനി ഈന ഊന ഉള്ള ക്രിയകളാണ് പഞ്ചക്രിയകൾ. കേട്ടാ? ഇനി എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് ശരിത് വരും. ഇത് വാക്ക് പഠിച്ചു വെച്ചോളണം. ആനി ഈന ഊന ഉള്ള ക്രിയകൾ ആണ് പഞ്ചക്രിയകൾ എന്നാണ്. ആനി ഈന ഊന എന്നുള്ള 3 എണ്ണമാണ്, പക്ഷെ അത് 5 എണ്ണം ഉണ്ട്. ആനി ഈന ഊന വരുന്ന 5 രൂപങ്ങളുണ്ട്, 5 ക്രിയകളുണ്ട്. നമ്മൾ പാസ്റ്റ് ടെൻസിന്റെ 14 എണ്ണം എണ്ണണം കേട്ടോ. 14 എണ്ണോ 12 എണ്ണോ ഒക്കെ എണ്ണ. അതേപോലെ പ്രസന്റ് ടെൻസിനെ വരും. പ്രസന്റ് ടെൻസിലാണ് നസ്ബും ജസ്മും വരുന്നത്. അപ്പം അതിൽ 14 രൂപങ്ങളുണ്ട്. ടോട്ടൽ 14 ഫോംസ് ആണ്. 14 നമ്മൾ കുറച്ച് പഠിക്കുന്നുള്ളൂ. നമ്മൾ 7 രൂപ പഠിക്കുന്നു. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മൾ അത് ബാക്കി മിസ്സായതൊക്കെ ഇത് പഠിക്കും. പാനി ഈന ഊന വരുന്ന ക്രിയകൾ ഏതൊക്കെയാണോ അവിടെയെല്ലാം നൂൻ കളയുകയാണ് ചെയ്യുന്നത്, ജസ്മ് ചെയ്യുന്നതിനും നസ്ബ് ചെയ്യുന്നതിനും. മുമ്പ് പറഞ്ഞതാണ്, ഇപ്പോൾ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? യഫ്ഹമൂന എന്നാണ്. യഫ്ഹമൂന, യഫ്ഹമു യഫ്ഹമൂന എന്ന് പറഞ്ഞല്ലോ. യഫ്ഹമു അവൻ ഗ്രഹിക്കുന്നു, യഫ്ഹമൂന അവർ ഗ്രഹിക്കുന്നു. അപ്പോൾ ഊന എന്നുള്ളത് എന്താണ്? ആനി ഈന ഊന എന്ന്. ആനി ഈന ഊന. അപ്പോൾ ഊന വന്നിടത്ത് ന കളയും. ന കളയുമ്പോൾ എന്തായി? ജസ്മ് ചെയ്യപ്പെടും. കസീറും മിനത്തുല്ലാബി ലം യഫ്ഹമൂ, അവർ മനസ്സിലാക്കിയില്ല. അപ്പൊ ലം വന്നില്ലെങ്കിൽ യഫ്ഹമൂന, അവർ മനസ്സിലാക്കുന്നു. ലം വന്നാൽ ലം യഫ്ഹമൂ, ലൻ വന്നാൽ ലൻ യഫ്ഹമൂ. അപ്പൊ ലം യഫ്ഹമൂ ഹാദ, ഒരുപാട് സ്റ്റുഡൻസ് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അൽ ഹുസൈൻ സഅൽതു അഖവാതി അല്ലാഇ യദുറുസ്ന. അല്ലാഇ അറിയാമല്ലോ, എന്താ അർത്ഥം? അല്ലദീ പോലെ. അല്ലദീ പോലെ. അല്ലാഇയുടെ ഏകവചനം എന്താ? അല്ലത്തി. ഓക്കെ, അല്ലത്തിയുടെ ബഹുവചനമാണ് അല്ലാഇ. അപ്പൊ അല്ലാഇ ഖുർആനിൽ വായിച്ചിട്ടുള്ള ആരുണ്ട്? നമ്മൾ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശരിക്കും ഖുർആനുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു ഉപയോഗം ചെയ്യില്ല. എന്താണ് ദീനില്ലാഹിയോ? അത് അക്ബറിന്റെ ചരിത്രത്തിലുള്ളതാണ്. ഈ വാക്കൊന്നും അല്ല അത്. അല്ലാഹി വായിച്ചിട്ടില്ലേ? ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഹി വലദിനഹും. ഇല്ല, പഠിച്ചില്ല. പഠിച്ചില്ലേ? ഖുർആൻ വായിച്ചോ? ഒരു 60 പ്രാവശ്യങ്ങളും വായിച്ചോ ഖുർആൻ? അതോ 100 പ്രാവശ്യം വായിച്ചോ? അത് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പറഞ്ഞപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ വായിക്കേണ്ട, നിങ്ങൾ പാരായണം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം നമ്മൾ അർത്ഥം അറിയാതെ ഒരു സംഗതി മനസ്സിലാക്കാതെ ഒന്നും ചിന്തിക്കാതെ വായിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഹി വലദിനഹും, ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഹി വലദിനഹും. അതേപോലെ സൂറത്ത് തലാഖിലുണ്ടല്ലോ. ഏതായാലും പല സ്ഥലങ്ങളിലുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് ഗ്രൂപ്പിലിടും കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഇപ്പോൾ നമ്മൾ മൊബൈലിലും ഇന്റർനെറ്റിലൊക്കെ നോക്കാമല്ലോ. ഗൂഗിൾ സ്ഥാനം ചോദിച്ചാലും മതി. സ്വന്തം കണ്ടുപിടിച്ചിട്ട് ഗ്രൂപ്പിലിടുക. ഏത് ആയത്തിന്റെ നമ്പർ? ആയിക്കോട്ടെ. ഒന്നല്ല, ഒന്നിലധികം ഉണ്ട്. അപ്പൊ അല്ലാഹി എവിടെയൊക്കെ ഉണ്ടെന്ന് വന്നിട്ടുണ്ട് ഖുർആനിൽ. അല്ലാഹി ഫിൽ ഖുർആൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. അല്ലാഹി ഫിൽ ഖുർആൻ, ഇതേപോലെ ടൈപ്പ് ചെയ്ത് നോക്കണം. ഫിൽ ഖുർആൻ,
അറബിയൊക്കെ ടൈപ്പ് ചെയ്യുക. അറബി കീബോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളെ ഫോണിൽ അറബി കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മക്കളെ കൊല്ലുന്ന ആൾക്കാരില്ലേ, അവർ കുറേ സംഗതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളാണ് ഈ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത്. നിങ്ങൾ നമ്മളെ ഇത് കൊടുക്കുന്നുണ്ടല്ലോ, പോളിയോ ഡ്രിപ്സ് കൊടുക്കുന്നുണ്ടല്ലോ. പോളിയോ കൊടുക്കുന്ന ഞങ്ങൾ അവർക്ക് ഭയങ്കര സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരും ആരോഗ്യവാന്മാരായിട്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ബോംബിട്ട് കൊടുക്കുക. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അവിടെ ചോദിച്ചാൽ നിങ്ങൾ ഫോണിൻ്റെ കീബോർഡ് അറബി കീബോർഡ് ആണ്. ഖുറാന്റെ ആപ്പ് ഉണ്ട്. ഉണ്ട്. ഞാൻ പറയുന്ന പോലെ ചെയ്തോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നത്. അതിലും കിട്ടും. പക്ഷെ അതിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കീബോർഡ് അറബി കീബോർഡ് വേണം ടൈപ്പ് ചെയ്യാൻ. എനിവേ സാലത്ത് അഖ്വാത്തി അല്ലായി നിങ്ങൾ ഗൂഗിളിനകത്ത് കയറി നോക്കിയാൽ വേറെ ഒരുപാട് സംഭവം ഉണ്ടാവും. ആപ്ലിക്കേഷൻ മാത്രമല്ല, വേറെ ഒരുപാട് സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ കിട്ടും. നമ്മൾ ചപ്പ് ചവറുകളിലാണ് നമ്മൾ കിടന്ന് എന്ത് ചെയ്യുന്നത്, ചിഴയുന്നത്. ചിഴയുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്താ പറയും? നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ചെയ്യുന്നതിൻ്റെ അറബി വാക്ക് ബഹസ് എന്നാണ്. ബഹസ് എന്ന വാക്ക് കാക്ക വന്നിട്ട് അവിടെ ചിഴയുന്ന വാക്കാണ്, ചിഴയുന്നതായിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. അതെ അതെ. അപ്പം അത് എന്താണ്? അള്ളാഹു ഖുറാബൻ യബഹസ ഫിൽ അർദി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ എന്താ? ബഹസ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതാ വാക്കാണ് സെർച്ചിന് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചിഴയുക. നമ്മൾ ചിഴയുന്നത് അഴുക്കിലാണ് ചിഴയുന്നത്. നല്ല ഒരുപാട് സംഗതികൾ അവിടെ കിടപ്പുണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് ഒരുപാട് രത്നങ്ങളും വൈഡൂര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ അഴുക്കിൽ ചിഴയുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം ചപ്പ് ചവറുകളായിരിക്കും. അപ്പം അങ്ങനെ ചിഴഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും. ഓക്കെ. അല്ല ഈ യദറുസ്ന, അപ്പം എന്താണ്? യദറുസ്ന എന്ന ഒരു ക്രിയയാണ്. ആ ക്രിയയിൽ ന്യായമുണ്ട്. ഇത് പോകുന്ന ന്യായാണോ പോകാത്ത ന്യായാണോ? പോകുന്ന ന്യായയുടെ രൂപങ്ങൾ ഏതൊക്കെയാണ്? പോവാത്തതല്ലേ? സ്ത്രീകൾ പോകുന്ന ന്യായം ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത്? ഊന, ഈന. വേഗം പറയും, വേഗം പറയും. 3 വാക്കേ ഉള്ളൂ. ഊന, ഈന, ആനി. ആനി, ഈന, ഊന. ആനി ആദ്യം പറഞ്ഞത് അത് ദ്വിവചനമാണ്. ഈന പറഞ്ഞത് അത് കസറയപ്പെട്ടതാ. അല്ലെങ്കിൽ ഈന വരുമ്പോഴത്തേക്ക് ഒന്നൊരു അതെ ഓക്കെ. ഈന എന്ന് പറഞ്ഞത് വേറൊരു രൂപമാണ്. അപ്പം ഈന, ആനി, ഈന, ഊന അങ്ങനെ പറഞ്ഞു വിളിക്കും. ആനി, ഈന, ഊന, ആനി, ഈന, ഊന. അപ്പം ഇതെന്താണ്? ആനിയല്ല, ഈനയുമല്ല, ഊനയുമല്ല. അപ്പം ഈ നൂന് പോകില്ല. അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോകാത്ത നൂന്, അതായത് പെണ്ണുങ്ങൾ കൂടുതൽ വരുന്നിടത്തുള്ള നൂനാണെങ്കിൽ പോകില്ല. കാരണം പെണ്ണുങ്ങൾ കൂടുതൽ വന്നാൽ ഭയങ്കര ശക്തിയാണെന്ന് പറയുന്നത്. അപ്പൊ യദുറുസ്ന എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്നു എന്നാണ്. അവർ പഠിക്കുന്നു, ആ പെണ്ണുങ്ങൾ പഠിക്കുന്നു. പല്ല ഈ യദുറുസ്ന പഠിക്കുന്നവരായ അഹ്വാത്തിയല്ല ഈ യദുറുസ്ന പഠിക്കുന്നവരായ സഹോദരിമാരോട് ഞാൻ ചോദിച്ചു. ഫിൽ മദ്രസത്തി സാനവിയത്തി. മദ്രസത്തി സാനവിയത്ത് എന്താണ്? സെക്കൻഡറി മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്ന് പറഞ്ഞു പഠിക്ക്. മദ്രസ എന്ന് വാക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. മദ്രസ എന്നായിട്ട് പഠിപ്പിച്ചിട്ടില്ല. മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്ന്. അൽ മദ്രസ സാനവി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്കൂൾ. അൽ മദ്രസത്തു സാനവിയ ഫിൽ മദ്രസത്തി സാനവിയത്തി. സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സഹോദരിമാരോട് ചോദിക്കുകയാണ്. അൻഹാദ, അബൌട്ട് ദിസ്. അൻഹാദ, ഇതിനെക്കുറിച്ച്. വലം യഅരിഫ്ന, നമ്മളെ സബ്ജക്റ്റ് ഇതാണ് കേട്ടോ. യദറുസ്ന യഅരിഫ്ന എന്നത്, യഅരിഫ്ന എന്താണ്? ആനീന ഊനയിൽപ്പെട്ടതല്ല, അതുകൊണ്ട് ഞാൻ പോകില്ല. അപ്പോ യദറുസ്ന എന്ന് പറഞ്ഞിടത്ത് ലം വന്നിട്ടില്ല. യഅരിഫ്ന എന്നത് ലം വന്നിട്ടുണ്ട്. ലം യഅരിഫ്ന, അപ്പൊ ലം വന്നിട്ട് അത് എന്ത് ചെയ്തില്ല? ഞാൻ പോയിട്ടില്ല. ലം യഅരിഫ്ന, അവർക്കും അറിഞ്ഞിട്ടില്ല, അവർക്കും മനസ്സിലായിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. അൽ മുദരിസ് സഅശ്റഹു ലക്കും. അശ്റഹു, ശറഹ യശ്റഹു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ശറഹ യശ്റഹു.
ക്രിയാധാതു ഷർഹ്. ഷറഹ യഷ്റഹു ഷർഹുൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഷർഹ് ഹദീസിനെ വിശദീകരിക്കുന്നതിന് ഷറഹുൽ ഹദീസ് എന്നാണ് പറയുക, എക്സ്പ്ലനേഷൻ ഓഫ് ഹദീസ്. അതേസമയം ഖുർആനെ വിശദീകരിക്കുന്നിടത്ത് ഷറഹുൽ ഖുർആൻ എന്ന് പറയില്ല, തഫ്സീർ ഖുർആൻ എന്നാണ് പറയുക. അതേപോലെ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് തഫ്സീറുൽ ഹദീസ് എന്ന് പറയില്ല. അപ്പം അത് ഇസ്ലാമിൻ്റെ ഒരു ടെക്നിക്കൽ വാക്കാണ്. ടെക്നിക്കൽ വാക്കായിട്ട് വരുമ്പോൾ അത് അങ്ങനെയാണ്. ഷറഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ വ്യാഖ്യാനമാണ്, തഫ്സീർ ഖുർആൻ എന്ന് ഖുർആൻ്റെ വ്യാഖ്യാനം. ഇവിടെ എന്താണ്? ഇവിടെ വിശദീകരിക്കുക എന്ന് പറഞ്ഞത് സഅശ്റഹു, ഉടൻ തന്നെ ഞാൻ വിശദീകരിച്ചു തരാം, ലക്കും നിങ്ങൾക്ക് ഈ പാഠം. മറത്തൻ ഉഖ്റ, മറത്തല്ല മറ്റൊരു തവണയും കൂടി. മറത്ത് എന്താ? മറത്ത് തവണ, ഉഖ്റ മറ്റൊരു. അൽ ആൻ ഇപ്പോൾ. Once I will explain now. Now I will explain once again. Isma'u. Listen. ഇവിടെ എന്താണ്? കേൾക്കൂ. Listen. അൽ ജുംലത്തുൽ ഇസ്മിയ്യതു, നാമവാക്യം എന്നാൽ ഹിയൽ ജുംലത്തുല്ലതി അവ്വലുഹാ ഇസ്മുൻ. അപ്പോൾ ഒരു സെന്റൻസ് വന്നാൽ അവ്വലുഹാ ഇസ്മുൻ, അതിന്റെ തുടക്കത്തിൽ ഇസ്മാണെങ്കിൽ അതെന്തായിരിക്കും? ജുംലത്തുൽ ഇസ്മിയ്യത്തായിരിക്കും, തുടക്കത്തിൽ നാമം വരുന്നത്. അതെ. നഹ്വ് എക്സാമ്പിൾ, അസ്സയ്യാറത്തു ജമീലത്തുൻ. അസ്സയ്യാറത്ത് എന്ന് പറയുന്നത് ഒരു ഇസ്മാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സയ്യാറത്ത് ജമീലത്തുൻ എന്ന് പറഞ്ഞപ്പോൾ നാമവാക്യമാണ്. ഹാമിദുൻ മരീദുൻ, ഹാമിദ്. അപ്പൊ അസ്സയ്യാറത്ത് എന്ന് പറഞ്ഞത് ഒരു വസ്തുവിന്റെ പേരാണ്. ഹാമിദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരാണ്. ഹാമിദുൻ മരീദുൻ അവിടെ എന്താണ്? രോഗിയാണ്. അപ്പം ഹാമിദ് എന്ന വാക്ക് കൊണ്ട് തുടങ്ങിയതുകൊണ്ട് അത് ജുംലത്തുൽ ഇസ്മിയത്താണ്. ആമിനത്ത് മുജിത്തഹിദത്തുൻ, അപ്പോൾ അത് ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു. ആമിനത്ത് മുജിത്തഹിദത്തുൻ, ആമിന ഹാർഡ് വർക്ക് ചെയ്യുന്ന ആണ്. അപ്പോൾ എന്ത് ചെയ്ത്? ആമിനത്ത് കൊണ്ട് തുടങ്ങിയതുകൊണ്ട് അത് ജുംലത്തുൽ ഇസ്മിയത്താണ്. ഫകുല്ലു ജുംലത്തിൻ മിൻ ഹാദിഹിൽ ജുമലി, ജുംലത്തിന്റെ ബഹുവചനമാണ് ജുമലുൻ. ജുംലത്തുൻ ജുമലുൻ. ഓരോ വാക്യവും ഈ വാക്യങ്ങളിൽ നിന്ന് ജുമലി അവ്വലുഹാ ഇസ്മുൻ, അതിലെല്ലാത്തിലും ഫസ്റ്റ് നാമമാണ്, തുടക്കത്തിൽ നാമം. അതിലൊക്കെ ഫസ്റ്റ് നാമമാണ്. വഹുവൽ മുബ്തദഉ. അപ്പൊ ജുംലത്തുൽ ഇസ്മിയത്തിന്റെ ഫസ്റ്റ് പാർട്ടിന് പറയുന്ന പേരാണ് എന്ത്? അൽ മുബ്തദഉ. കേട്ടോ? അപ്പൊ ഇത് വേറെ എഴുതി വെച്ച് പഠിക്കണം. ഇതിലെ ഗ്രാമറിനെ കുറിച്ച് സംഗതിയാണ്. ഒന്ന് ജുംലത്തുൽ ഇസ്മിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഹിയൽ ജുംലത്തുൽ ഇസ്മിയത്തു. അൽ ജുംലത്തുൽ ഇസ്മിയത്തു ഹിയൽ ജുംലത്തുല്ലതി അവ്വലുഹാ ഇസ്മുൻ. വെരി സിമ്പിൾ. നാമം കൊണ്ട് തുടങ്ങുന്ന വാക്ക് നാമവാക്യം. പിന്നെ അപ്പൊ നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യം നാമവാക്യം. അപ്പൊ അതിന്റെ തുടങ്ങുന്ന വാക്കിനെ വഹുവൽ മുബ്തദഉ എന്ന് പറയും. അൽ മുബ്തദ എന്ന് പറയും. നാമവാക്യത്തിന്റെ തുടക്കത്തിലുള്ള നാമത്തിന് എന്ത് പറയും? അൽ മുബ്തദഉ എന്ന് പറയും. മുബ്തദ അല്ല, മുബ്തദഉ. ഹംസ ആണ് കേട്ടോ. വൽ ജുസ്ഉ സാനി, അപ്പൊ ഫസ്റ്റ് പാർട്ടിനാണ് മുബ്തദ എന്ന് പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞതാ ഇസ്മാഉ അൽ ജുംലത്തുൽ ഇസ്മിയത്തു ഹിയ അൽ ജുംലത്തുല്ലതി അവ്വലുഹാ ഇസ്മുൻ. അസ്സയ്യാറത്തു ജമീലത്തുൻ ഹാമിദുൻ മരീദുൻ. ഫകുല്ലു ജുംലത്തിൻ മിൻ ഹാദിൽ ജുമലി അവ്വലുഹാ ഇസ്മുൻ. ഒന്നാം ഭാഗം ഒരു ഇസ്മാണ്. വഹുവൽ മുബ്തദ, അതിന് പറയുന്ന പേരാണ് അൽ മുബ്തദ എന്ന്. വൽ ജുസ്ഉ സാനി, സെക്കൻഡ് പാർട്ട്. ഞങ്ങളുടെ ടെക്സ്റ്റില് വൽ ഇസ്മു സാനി എന്നുള്ള എന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ഇസ്മു സാനി എന്നാണ്. ഓക്കെ, ഇസ്മു സാനി. കാരണം എപ്പോഴും ഇസ്മ ആയിരിക്കില്ല സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നാമം കൊണ്ട് തുടങ്ങിയാലും, ഫസ്റ്റ് പാർട്ട് നാമം കൊണ്ട് തുടങ്ങിയാലും സെക്കൻഡ് പാർട്ട് എപ്പോഴും ഇസ്മ തന്നെ അയക്കണമെന്ന് കമ്പൽസറി ഇല്ല. കമ്പൽസറി നാമം കൊണ്ട് തുടങ്ങിയാൽ അത് നാമവാക്യമാണ്. അപ്പൊ സെക്കൻഡ് പാർട്ട് ഇസ്മ അല്ലെങ്കിലോ
അപ്പോഴും അത് ഖബർ തന്നെയാണ്. അതുകൊണ്ട് ഇതാണ് സ്യൂട്ടബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖബർ. അൽ ജുസ്ഉ സാനി, സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ നാമം, ഹുവൽ ഖബറു, അത് ഖബറാണ്. ഇനി നാമമാണെങ്കിൽ അത് സെക്കൻഡ് ഭാഗം ഒരു നാമമാണെങ്കിൽ അതെന്താണ്? ഖബറാണ്. അല്ലെങ്കിലും നാമം അല്ലെങ്കിലും സെക്കൻഡ് ഭാഗം ഖബറാണ്. അൽ മുബ്തദഉ വൽ ഖബറു മർഫൂആനി. മർഫൂ എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് അല്ല, ഫാഇലാണ് സബ്ജക്റ്റ്. മർഫൂഉൻ റഫ്അ ചെയ്യപ്പെട്ടത്, മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ടത്, മജ്സൂമുൻ ജസ്മ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അൽ മുബ്തദഅ വൽ ഖബറു മാ ഹിയ ഇറാബുൽ മുബ്തദഇ വൽ ഖബർ. ഖബറിന്റെ ഇസ്മിന്റെയും മുബ്തദയിന്റെയും ഖബറിന്റെയും ഇറാബ് എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന്റെ അടയാളങ്ങൾ, അന്ത്യത്തിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അൽ മുബ്തദഅ വൽ ഖബറു മർഫൂആനി. മുബ്തദയും ഖബറും എപ്പോഴും റഫ്അ ചെയ്യപ്പെട്ടതായിരിക്കും. അഫഹിംതും? Did you understand? നഅം ഫഹിംനാ ജയ്യിദൻ. Understood very well. Yes, we understood very well. ഫഹിംനാ ഹോ, we understood it. അത് ഞങ്ങൾ മനസ്സിലാക്കി. ജയ്യിദൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് മനസ്സിലായി. ജയ്യിദ് എന്ന് പറഞ്ഞാൽ ഗുഡ്. ജയ്യിദ് ജിദ്ദിനാണ് വെരി ഗുഡ് കേട്ടാ. അപ്പൊ ഞാൻ ഫഹിംനാഹു ജയ്യിദൻ. ഈ മാർക്ക് ലിസ്റ്റിലൊക്കെ ജയ്യിദൊക്കെ ഉണ്ടാവും. ജയ്യിദ് ജിദ്ദൻ ഉണ്ടാവും, പിന്നെ മുംതാസ് ഉണ്ടാവും, മുംതാസ് ജിദ്ദൻ. ഇങ്ങനെയാണ് അവർ മാർക്ക് ഇടുന്നത്. നമ്മൾ എഴുതി കൊടുക്കില്ല. നമ്മൾ അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഗ്രേഡ് കൊടുത്തിരിക്കുന്നത്. ജയ്യിദ് ഗുഡ്, ജയ്യിദ് ജിദ്ദൻ വെരി ഗുഡ്. അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റിൽ ഗുഡ് ഉണ്ട്, വെരി ഗുഡ് ഉണ്ട്. അതേപോലെ മുംതാസ് എക്സലൻറ്റ്, മുംതാസ് ജിദ്ദൻ വെരി എക്സലൻറ്റ്. നമ്മൾ മുംതാസ് ജിദ്ദന് പകരമാണ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സലൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് കൊടുത്തിരിക്കുന്നത്. അന ലമ്മ അഫ്ഹം. അപ്പോൾ ഞാൻ ഫഹിംനാഹു ജയ്യിദൻ എന്ന് തുല്ലാബ് പറഞ്ഞു. അബ്ബാസ് പറഞ്ഞു അന ലമ്മ അഫ്ഹം. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കി. ലമ്മ അഫ്ഹം. ലമ്മും ലമ്മായും കഴിഞ്ഞ കാലത്തിനുള്ളതാണ്. ലമ്മും ലമ്മായും കഴിഞ്ഞ കാലത്തിനുള്ളതാണ്. ലമ്മിന്റെ സഹോദരിയാണ് ലമ്മ, അല്ലെങ്കിൽ ലമ്മും ലമ്മായും ട്വിൻസ് ആണ്. കാരണം എന്താ? അത് രണ്ടും മാളിയായിട്ടുള്ള മീനിങ് ആണ്. രണ്ടും പാസ്റ്റ് ടെൻസിലുള്ള മീനിങ് ആണ്. അപ്പോ അന ലമ്മ അഫ്ഹം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഖുൽത ഇന്നൽ മുബ്തദഅ വൽ ഖബറ മർഫൂആനി ഫമാ മഅനൽ മർഫൂ'. നിങ്ങൾ പറഞ്ഞു You said innal mubtada, the beginning part, wal khabar and the conclusion part marfu'ani. ഇത് രണ്ടും മർഫൂആനി എന്ന് പറഞ്ഞു. ഫമാ മഅനൽ മർഫൂ', എന്താ ഈ മർഫൂ എന്ന് പറഞ്ഞാൽ എന്താ? മാ മഅന, വാട്ട് ഈസ് ദ മീനിങ്? മഅന, മീനിങ് കേട്ടാ. മഅന. അപ്പൊ മഅന എന്ന വാക്ക് ഇംഗ്ലീഷുകാർ ഇതിൽ നിന്ന് കോപ്പി അടിച്ചതാ. മഅന, മീനിങ്. മഅന, മീനിങ്. فما معنى المرفوع؟ مرفوع എന്നതിന്റെ മീനിങ് എന്താ? المدرس المرفوع هو الاسم الذي هو എങ്ങനെ വായിക്കും? هو الاسم അല്ല, هو الاسم هو الاسم الذي في آخره ضمة. മർഫൂ എന്ന് പറഞ്ഞാൽ الاسم الذي في آخره ضمة എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവസാനം കിസറുണ്ടാവും. അവസാനം കിസറുണ്ടാവില്ല. ലമ്മത്തൊക്കെ ഞങ്ങൾ പഠിച്ചത് ലമ്മ എന്ന് പറഞ്ഞാൽ വളവുള്ളതാ. ലമ്മിന് വളവുണ്ട്. മലയാളത്തിൽ പറയുന്ന വളവ് അല്ലേ? കസ്റ് പൊട്ടിക്കൽ താഴെ, ഫത്തഹ് മുകളിൽ. ഫി ആഖിരിഹി ലമ്മത്തുൻ. അപ്പൊ നാമത്തിന്റെ അവസാനം ലമ്മ് കാണുന്നതാണ് ഈ മർഫൂ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശൈലി പറഞ്ഞതാണ് കേട്ടോ.
അൽ മുദരിസു അൽ കിതാബു അൽ മുദരിസു അൽ കിതാബു അൽ ബാബു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മർഫു ആണ്. അബ്ബാസ് അൽ ആന ഫഹിംത്. Now ഇപ്പൊ I understood. Now I understood. Al-Mudaris. അമ്മൽ ജുംലത്തുൽ ഫഅലിയ്യത്തു. അമ്മൽ ജുംലത്തുൽ ഫഅലിയ്യത്തു എന്നാൽ ജുംലത്തുൽ ഫഅലിയ്യത്ത് ക്രിയാവാക്യം. ഫഹിയൽ ജുംലത്തുല്ലത്തി അവ്വലുഹാ ഫിഅലുൻ. അതെന്താണ്? അപ്പൊ മാഹിയൽ ജുംലത്തുൽ ഫഅലിയ്യത്ത് എന്ന് വെച്ചാൽ എന്താ എഴുതേണ്ടത്? അൽ ജുംലത്ത് മുതലാണ് എഴുതേണ്ടത് കേട്ടോ. അമ്മ വേണ്ട. ചോദ്യം നമ്മൾ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ മാഹിയൽ ജുംലത്തുൽ ഫഅലിയ്യ എന്ന് ചോദിച്ചാൽ അൽ ജുംലത്തുൽ ഫഅലിയ്യത്തു അവിടെ അമ്മ വേണ്ട. അണ്ടറിൽ എഴുതുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും? മാഹിയൽ ജുംലത്തുൽ ഇസ്മിയത്തു മാഹിയൽ ജുംലത്തുൽ ഫഅലിയ്യത്തു എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? അൽ ജുംലത്തുൽ ഇസ്മിയത്തു എന്ന് പറഞ്ഞിട്ട് ജുംലത്തുൽ ഇസ്മിയ പറയാ, രണ്ടാമത് അമ്മ ചേർത്തിട്ട് പറയാം. അമ്മ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അമ്മൽ ജുംലത്ത് എന്നാൽ അൽ ജുംലത്തുൽ ഇസ്മിയത്തു അൽ ജുംലത്തുൽ ഫഅലിയ്യത്തു ഫഅലിയായ വാക്യം എന്ന് പറഞ്ഞാൽ ഫഹിയൽ ജുംലത്തു അത് വാക്യമാണ്. അല്ലത്തി അവ്വലുഹ ഫിഅലുൻ അതിന്റെ തുടക്കത്തിൽ എന്തുണ്ടാകും? ഫിഅലുണ്ടാകും. മിസാൽ ദഖലൽ മുദർരിസു. ദഖലൽ മുദർരിസു. അപ്പോൾ ദഖല എന്നത് ഫിഅലാണ്. അതുകൊണ്ട് ദഖലൽ മുദർരിസു എന്നത് ഫഅലിയായ ജുംലയാണ്. വഖാലൽ മുദീറു. കാല എന്നത് ഫെയിലാണ്. അതുകൊണ്ട് കാല കൊണ്ട് തുടങ്ങിയതുകൊണ്ട് അത് ജുംല ഫെയിലിയാണ്. യക്തുബു ത്വാലിബു. ത്വാലിബ് യക്തുബു എന്ന് പറഞ്ഞുകൊണ്ട് യക്തുബു കൊണ്ട് തുടങ്ങിയതിനാൽ അത് ജുംല ഫെയിലിയാണ്. ഫഫി കുല്ലി ജുംലത്തിൻ മിൻ ഹാദിഹിൽ ജുമലി കലിമത്താനി. ഈ എല്ലാ തന്നിരിക്കുന്ന ജുംലയിലും കലിമത്താനി. കലിമത്താനി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വാക്ക്. കലിമത്താനി രണ്ട് പദങ്ങളുണ്ട്. ആദ്യത്തത് അൽ കലിമത്തുൽ ഊല. അൽ കലിമത്തുൽ ഊല. എന്തുകൊണ്ട് അൽ കലിമത്തുൽ അവ്വൽ എന്ന് പറഞ്ഞില്ല? കലിമത്ത് സ്ത്രീലിംഗം. കലിമത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് അവ്വലിന്റെ സ്ത്രീലിംഗം പോയി. ഊല. അൽ കലിമത്തുൽ ഊല. അൽ കലിമത്തുൽ ഊല ഫിഅലുൻ. അവിടെയൊക്കെ എന്താണ്? ഒന്നാമത്തെ പദം ഫിഅലാണ്. വൽ കലിമത്തു സാനിയത്തു ഇസ്മുൻ. രണ്ടാമത്തെ പദം നാമമാണ്. വഹാദൽ ഇസ്മുല്ലദി യഅതി ബഅദൽ ഫഇലി ഇസ്മുഹു ഫാഇലുൻ. അൽ ഫാഇലു ഭർത്താവ്. അപ്പൊ അതെന്താണ്? അപ്പൊ അതും കൂടെ പഠിക്കുക. നേരത്തെ ജുംല ഫഅലിയ്യ വരുമ്പോൾ ഒരു ഫെയിലുണ്ടാകും. ആ ഫെയിലിന്റെ ഫാഇലുണ്ടാകും. അപ്പൊ നേരത്തെ പറഞ്ഞത് ജുംല ഇസ്മിയ ആണെങ്കിൽ എന്തൊക്കെ പാർട്ട് ഉണ്ടാവും? ഫസ്റ്റ് പാർട്ട് എന്ത് പറയും? അൽ മുബത്തദ എന്ന് പറയും. സെക്കൻഡ് പാർട്ടിന് ഖബർ എന്ന് പറയും. ജുംല ഫെയിലിയ ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും? ഫെയിലായിരിക്കും. സെക്കൻഡ് പാർട്ട് ഫായിലായിരിക്കും. സെക്കൻഡ് പാർട്ട് ഫായിലായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിൽ സെക്കൻഡ് പാർട്ട് ഫായിലാണ്. ഓക്കെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇവിടെ എല്ലാത്തിനും രണ്ട് വാക്കുകളുണ്ട്. ഒന്നാമത്തേത് ഫെയിലാണ്, രണ്ടാമത്തേത് ഫായിലാണ്. യഅതി ബഅദൽ ഫഇലി ഇസ്മുഹു ഫാഇലുൻ. അങ്ങനെ ക്രിയയുടെ ശേഷം വരുന്ന നാമത്തിന് എന്ത് പേര് പറയും? ഫാഇൽ എന്ന് പറയും. വൽ ഫാഇലു മർഫൂഉൻ. നേരത്തെ പറഞ്ഞു വൽ ഖബറു മർഫൂഅ എന്ന് പറഞ്ഞു. അൽ മുബത്തദ വൽ ഖബറു മർഫൂഅൻ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇവിടെ ഫെയിൽ പറയുമ്പോൾ ഫെയിലിന്റെ മർഫൂ ആണോ മൻസൂബ് ആണോ എന്നൊന്നും പറയില്ല. ഫെയിലുണ്ട്. ഫെയിൽ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ഫായിലുണ്ട്. ആ ഫായിൽ എന്താ? മർഫൂ ആണ്. അപ്പൊ ഫായിലിന്റെ അടയാളം ലമ്മത്താണ്. ശ്രദ്ധിച്ചോളൂ. അഫഹിംതും? അണ്ടർസ്റ്റാൻഡ്? അത്തുല്ലാബു നഅം ഫഹിംന വൽഹംദുലില്ലാ. അൽഹംദുലില്ലാ നമുക്ക് മനസ്സിലായി. അലിയും യാ ഉസ്താദു قلت قبل يومين إن الكلمة ثلاثة أقسام ما هي؟
أنا نسيتها يا أستاذ നിങ്ങൾ പറഞ്ഞു قلت قبل يومين 2 ദിവസം മുമ്പേ. 2 ദിവസം മുമ്പ്. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വന്നത്, ഒരാഴ്ച മുമ്പാണ്. قلت قبل يومين 2 ദിവസം മുമ്പ് താങ്കൾ പറഞ്ഞിരുന്നു ഇന്നൽ കലിമത്ത. കലിമത്ത് എന്താണ്? കലിമത്ത് എന്താ? പദം. കലിമത്ത സലാസത്തു അക്സാമിൻ. അക്സാം എന്താണ്? ഇനങ്ങൾ. ഡിവിഷൻ കേട്ടോ. അക്സാം ശരിക്ക് ഡിവിഷനാണ്. 3 ഡിവിഷൻ ഉണ്ട്. അക്സാമിന്റെ ഏകവചനം എന്താണ്? കിസ്മ. വിഭാഗം കേട്ടോ, അല്ലെങ്കിൽ ഇനം. എല്ലായിടത്തും പറയുമ്പോൾ നമ്മൾ ഏത് വാക്കും പറയാം. പക്ഷെ ശരിക്കും അറബിയിലെ വാക്കിന്റെ അർത്ഥം കിസ്മുൻ, ഡിവിഷൻ, അല്ലെങ്കിൽ ഒരു ഭാഗം, ഭാഗിച്ചതിന്റെ ഒരു ഭാഗം. അപ്പോൾ അതിന്റെ ബഹുവചനമാണ് അക്സാമ്. സലാസത്തു അക്സാമിൻ 3 ഇനങ്ങളാണെന്ന് നമുക്ക് പറയാം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഈ 3 ഇനങ്ങൾ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കലിമത്ത് 3 ഇനമാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചിട്ടില്ലേ? മൂന്നാമത്തെ പാഠം എടുത്ത് നോക്കുക. 3-ാമത്തെ 4-ാമത്തെ പാഠം. പദങ്ങൾ 3 ഇനങ്ങളാണ്. നാമവാക്യം, ക്രിയാവാക്യം, അതാണോ? അരി എത്ര ചോദിച്ചോ? പയർ അഞ്ഞാഴി എന്നാണ് പറയുന്നത്. അതല്ലേ ഞാൻ ചോദിച്ചത്. മഫൂലാണോ? നിങ്ങൾ ഇത്ര നേരം ഉണ്ടായിരുന്നു? ഇത്ര നേരം എന്താ ഉണ്ടായിരുന്നത്? ഒന്നാമത്തെ ഹർഫ്. നമ്മൾ പ്രിലിമിനറി 1-ന്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. പ്രിലിമിനറി 1-ൽ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് നമ്മൾ അങ്ങനെ ചോദിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇന്നൽ കലിമത്ത് സലാസത്തു അക്സാമിൻ. ഈ കലിമത്തുകൾ, പദങ്ങൾ 3 ഇനങ്ങളാണെന്ന് പറഞ്ഞല്ലോ. മാ ഹിയ, അവ ഏതാണ്? അപ്പൊ ഹിയ ഇവിടെ അർത്ഥം അവ എന്നാണ്. കാരണം സലാസത്തു അക്സാമിൻ എന്ന് പറഞ്ഞത് കലിമത്ത് ആയതുകൊണ്ടാണ് ഹിയ എന്ന സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചത് കേട്ടോ. അതെന്തല്ല, ഒരു പുരുഷനോ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനായിട്ട് കാണിക്കുന്ന ഒരു സംഭവമല്ല. അതൊരു ആശയത്തെ അല്ലെങ്കിൽ ഒരു സംഗതിയെ കുറിച്ച് പറഞ്ഞതാണ്. വാക്കുകൾ, പദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ആ അർത്ഥത്തിലാണ് ഹിയ ഉപയോഗിച്ചത്. അപ്പോൾ അത് ബഹുവചനമാണെങ്കിലും ഹിയ എന്ന ഏകവചനം മതി. അവ ഏതാണ് എന്ന് ചോദിക്കുക. അന നസീതുഹ, ഞാനത് മറന്നുപോയി. അന നസീതുഹ, ഞാനത് മറന്നുപോയി. അൽ മുദരിസ് മൻ യഅരിഫു ഹാദാ. നമ്മൾ ക്ലാസ്സിൽ പറയുമല്ലോ, നമ്മൾ മറന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്ക് പറയാൻ പറയും. മൻ യഅരിഫു, ആരറിയുന്നത്? ആർക്കറിയാം? ഹാഷിം, അന, എനിക്കറിയാം. അക്സാമുൽ കലിമത്തി, കലിമത്തിന്റെ ഇനങ്ങൾ. അലിസ്മു വൽ ഫഅലു വൽ ഹർഫ്. ഇസ്മ ഫഅൽ ഹർഫ് അലില്ല എന്ന് പറഞ്ഞാൽ ഇസ്മ ഫഅൽ ഹർഫ്. ഇതാണ് അതിലുണ്ടായിരുന്നു. ഇനിയെങ്കിലും അടുത്ത ബാക്കി വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അൽ മുദരിസ് ഹാത്തി മിസാലൻ ലികുല്ലി വാഹിദി മിൻഹാ യാ അംർ. Bring examples for each വാഹിദിൻ. എല്ലാ ഓരോന്നിനും അതിൽ നിന്നുള്ള ഉദാഹരണം കൊണ്ടുവരും. അമ്രത് എങ്ങനെ വായിച്ചത്? ഇവിടെ 10 സുക്കൂനൊക്കെ വായിച്ചു. ഇല്ലെങ്കിൽ വാവ് എഴുതിയിട്ടുള്ളതുകൊണ്ട് അമ്രെന്ന് വായിക്കണം. ഓക്കെ, അമ്ര പറയുന്നത് അലിസ്മു നഹ്വ് കിതാബ്.
കലം, താലിബ്, റജുലുൻ, മുദരിസുൻ, ഇതൊക്കെ എന്താണ്? ഇസ്മാണ്. വൽ ഫഅലു നഹ്വു, ഈ പറയുന്ന പോലെയാണ്. ഖറജ വസജദ വയജ്ലിസു വയഗ്സിലു വക്തുബ് വഖ്റ പോലെയുള്ളതൊക്കെ ക്രിയയാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഖറജ ഫഅൽ മാദിയാണ്, പാസ്റ്റ് ടെൻസിലാണ്. വസജദ പാസ്റ്റ് ടെൻസാണ്. യജ്ലിസു എന്ത് ടെൻസാണ്? സെന്റൻസ് പ്രസന്റ് ടെൻസാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസാണ്. വയഗ്സിലു അതേപോലെ മുളാരിയാണ്. വക്തുബ്, വക്തുബ് എന്ത് ഫോമാണ്? അമ്ര ഫോമാണ്. അമ്ര ഫോം. വക്കറ. അപ്പോൾ അമ്ര ഫേല് മുതാരിയാണെങ്കിലും മാദിയാണെങ്കിലും മുതാരിയാണെങ്കിലും അമ്രാണെങ്കിലും ഒക്കെ എന്താണ്? നെഹി ആണെങ്കിലും ഫേലാണ്. നെഹി ആണെങ്കിലും ഫേലാണ്. വൽ ഹർഫു, ഹർഫ് എന്ന് പറഞ്ഞാൽ നഹ്വു ഫീ വഇല വമിൻ വനഅം വലാ ലൻ ലം സീൻ, ഇതൊക്കെ എന്താണ്? ഹർഫാണ്. മലയാളത്തിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പല പുസ്തകത്തിൽ അവ്യയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ എന്ത് സംഭവമാണ്. മലയാളത്തിൽ അതിന് നിർവചനം കൊടുത്താൽ മറ്റൊന്നിന് സ്വതന്ത്രമായ അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് ചേരുമ്പോൾ മാത്രം അർത്ഥമുള്ളതുമായ സംഗതിയാണ് ഹർഫ്. പക്ഷേ അക്ഷരമാല പട്ടികയിൽ പറയുമ്പോഴത്തേക്ക് അലിഫ് ഒരു ഹർഫാണെന്ന് പറയും, അക്ഷരം പറയുമ്പോൾ. ഇവിടെ അക്ഷരമല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പറയുന്നത് ഗ്രാമറാണ്. ഇപ്പം ഗ്രാമറിലെ ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹർഫാണ്, ഒരു പദം, അതായത് ഒരു പദമല്ല, ഒരു എന്താണ് അവ്യയം. അത് ഫേലുമല്ല ഇസ്മുമല്ല. ഫേലും ഇസ്മും അല്ലാത്തത് എന്തായിരിക്കും? ഹർഫായിരിക്കും. അപ്പം നമ്മൾ പഠിച്ചു ലീ മിൻ അൻ ബി ഫി അല ഇല, ഇതൊക്കെ എന്താണ്? ഹർഫ്. വൽ ഹുറൂഫു നഹ്വു ഫീ വഇല വമിൻ വനഅം വലാ ലൻ ലം സീൻ. ഞാൻ പറയാൻ സംഗതി ഇവിടെയുണ്ട്. നഅം പറഞ്ഞില്ല. നഅം എന്താണ്? ഒരു ഹർഫാണ്. അതേപോലെ ലാ തഫ്അൽ ലാ ഉണ്ട്. ലാ തഫ്അൽ ലാ ഉണ്ട്, അതൊരു ഹർഫാണ് യഥാർത്ഥത്തിൽ. അതേപോലെ ലൻ ഹർഫാണ്, ലം ഹർഫാണ്. സീൻ, സീൻ ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ. സ മുകളിൽ പറഞ്ഞു. സാഷ്ട്രഹലക്കും, സാഷ്ട്രഹലക്കും, അതാണ് സീൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബില്ലാഹിലെ ബി എന്ത് പറയും? ബില്ലാഹിലെ ബിക്ക് എങ്ങനെ എന്താ പേര് പറയുന്നത്? ഇവിടെ സി എന്ന് പറഞ്ഞു, അതുപോലെ ബിക്ക് ബ എന്നാണ് പറയേണ്ടത്. കമാഫി സആകുലു, സആകുലുള്ളതുപോലെ ഉള്ള സ അല്ല, ഭക്ഷണം കഴിക്കാതെ ഇപ്പം തിന്നാം. സആകുലു. അൽ മുദരിസ് അഹ്സൻത യാ അംർ, അഹ്സൻത് വെൽ ഡൺ യാ അംർ. ഇസ്തരീഹു ഖലീലൻ, പ്ലീസ് വെയിറ്റ് എ വൈൽ. ഖലീലൻ കുറച്ചു നേരം. പ്ലീസ് വെയിറ്റ് ഫോർ എ വൈൽ, പ്ലീസ് വെയിറ്റ് ഫോർ എ വൈൽ. ഇസ്തരീഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കൂ എന്നാണ് ശരിക്കും ഭാഷാർത്ഥം. റാഹത്ത് എടുക്കുമെന്നാണ്. വെയിറ്റ് എന്ന അർത്ഥത്തിലും ഇസ്തരീഹു ഉപയോഗിക്കും. നബ്ദഉ ദർസൽ ജദീദ ഫിൽ ഹിസ്സത്തിൽ ഖാദിമ, വരാൻ പോകുന്ന പീരിയഡില് നമുക്ക് പുതിയ ദർസ് തുടങ്ങണം, പാഠം പഠിക്കാം. കുറച്ച് നിങ്ങൾ അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. അടുത്ത പീരീഡ് നമുക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാം, പുതിയ പാഠം. ഹിസ്സത്ത് എന്ന് പറഞ്ഞാൽ പീരീഡ്, അതായത് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ഭാഗം, അതിനാണ് ഹിസ്സത്ത് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഹിസ്സാന്ന് പറയൂല? എന്താണ്? അല്ലാണ്ട് എന്തെങ്കിലും ഭാഗം, ഐ മീൻ അതിനെ പറയുമെന്ന് എനിക്ക് പറയില്ലേ? അത് പറയുന്നത് തോന്നുന്നില്ല. അങ്ങനൊക്കെ എന്റെ ഹിസ്സ എനിക്ക് വേണമെന്നൊക്കെ അങ്ങനൊക്കെ ഒരു ശൈലി കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കേട്ടിട്ടുണ്ട്. അവകാശം എനിക്ക് തരാന്നുള്ളതില് അങ്ങനെ പറയില്ലേ? പറയില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ. അയാളൊരു ഇസ്സത്തുള്ള മനുഷ്യനാന്ന് പറയുന്ന കേൾക്കാം. അത് ഇസ്സത്തല്ലേ? അങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. നസീബ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം കേട്ടാ. ഇവിടെ നസീബ്, കിസ്ത്, സഹമ്, മിഖ്ദാർ എന്നാണ് അതിന്റെ മീനിങ്.
കമാഹിയ ഫിൽ മുഅ്ജം ഡിക്ഷണറിയിലുള്ള പ്രകാരം ഹിസ്സത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മിഖ്താർ എന്ന അർത്ഥത്തിലാണ് കണക്ക്, സമയത്തിന്റെ കണക്ക്. ഓക്കെ, നസീബ് ടെസ്റ്റ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഹിസ്സത്തുൽ ഖാദിം വരുന്നത് ഇവനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഹിസ്സത്ത് അൽ ഫത്രത്തു മിന ജമൻ ആ അർത്ഥത്തിലാണ് നമ്മൾ പീരീഡ് എന്ന് പറഞ്ഞത്. അൽ ഫത്രത്തു മിന ജമൻ, അൽ ഫത്രത്ത് അറിയാമല്ല, വേള, മിന ജമൻ അതിന്റെ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഫത്രത്ത് ഫിത്രത്തല്ല, അല്ല ഫത്രത്ത്, ഫായും തായും ഫായും തായും റായും ഫത്രത്ത്. ഫത്രത്ത്. ഓക്കെ, അപ്പോ ഹിസ്സത്തുൽ ഖാദിമത്ത്, ഖാദിമത്ത് എന്താണ്? വരുന്നതായ. ഖദീമ വന്ന എന്ന് പറഞ്ഞാൽ വന്നു, ഖദീമ വന്നു. യഖ്ദുമു എന്ന വാക്ക് ഖുർആനിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഖദീമ വന്നു, ഖാദിമൻ വരുന്നത്. അപ്പോൾ വരുന്ന പേരിൽ നമുക്ക് പഠിക്കാം എന്നർത്ഥത്തിൽ. നെക്സ്റ്റ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ഹാഷിം, അർജഅൽ മുദീറു മിൻ മക്കത്തെ യാ ഉസ്താദ്? അർജഅൽ മുദീറു മിൻ മക്കത്തെ യാ ഉസ്താദ്? ഉസ്താദ്, പ്രിൻസിപ്പൽ മക്കയിൽ നിന്ന് വന്നോ? അല്ല ഹെഡ് മാസ്റ്റർ, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ മക്കയിൽ നിന്ന് വന്നോ? അപ്പൊ ലമ്മ എന്നത് നോട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ലമ്മ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഒറ്റ വാക്കില് ലമ്മ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇതും കൂടി സാധാരണ ലമ്മ എന്ന് പറയുന്നതിന് പകരം ലിസ എന്ന് പറയാറുണ്ട് അറബികൾ. ലിസ എന്ന് പറയാറുണ്ട്. നോട്ട് യെറ്റ് എന്ന അർത്ഥത്തിന് ലിസ എന്ന് പറയാറുണ്ട്. ലിസ എന്ന് പറയുന്നതിന് പകരം ആ സ്പോക്കണിൽ അങ്ങനെ പറയുന്നതിന് പകരം യഥാർത്ഥത്തിൽ ലമ്മ എന്ന് പറയണം എന്ന് കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ലമ്മ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പൊ എന്താ ലമ്മ എന്ന് പറഞ്ഞാൽ നോട്ട് യെറ്റ്, അവിടെ സെന്റൻസ് കംപ്ലീറ്റ് ആയി. അപ്പോ ലമ്മ യഥാർത്ഥത്തിൽ എന്താ? ലമ്മയുടെ ചോദ്യം യഥാർത്ഥത്തിൽ റജഅൽ മുദീറു എന്നാണ്. അപ്പോ ലമ്മ യർജ എന്നാണ് പറയേണ്ടത്. ലമ്മ യർജ, അദ്ദേഹം മടങ്ങിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. നമ്മൾ മലയാളത്തിൽ അറിയാം. മലയാളത്തിൽ ചോദിച്ചാൽ പ്രിൻസിപ്പൽ മടങ്ങിയോ, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ വന്നോ, തിരിച്ചു വന്നോ എന്ന് ചോദിച്ചാൽ വന്നില്ല, ഇല്ല എന്ന് പറയാം, വന്നില്ല എന്നും പറയാം, ഇല്ല എന്നും പറയാം. അപ്പൊ ഇല്ല എന്ന് മാത്രം പറയുന്ന പോലെയാണ് ലമ്മ, നോട്ട് ഇറ്റ്. ബാദ യൗമൈൻ. അപ്പൊ ലമ്മ യർജ എന്നും പറയാം, ലമ്മ എന്നും പറയാം. ബാദ യൗമൈൻ, അദ്ദേഹം 2 ദിവസത്തിന് ശേഷം മടങ്ങും. നിർബന്ധമായിട്ട് മടങ്ങുന്നല്ലേ? നിർബന്ധമായിട്ടെന്നാ തീർച്ചയായും ഉടനെ. ഇവിടെ ഭാവി കാലത്തിന് വേണ്ടിയുള്ള ആ അർത്ഥത്തിലാണ് സാ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വരും. ബാദയൗമൈൻ 2 ദിവസം കഴിഞ്ഞ് വരും ഇൻഷാ അല്ലാഹ്. بعد 5 دقائق, بعد 5 دقائق. നിങ്ങളുടെ ദഖായിക്ക എന്ന് പറഞ്ഞത് ദഖീഖത്തിന്റെ ഏകവചനമാണ് ദഖായിഖ്. ദഖായിഖു എന്ന് പറഞ്ഞാൽ മസാജിദ് വസിനാണ്. അപ്പൊ അവിടെ കസ്ർ സ്വീകരിക്കില്ല. ഖംസൈന് ശേഷം എന്ത് വേണം? കസ്ർ വരണം. അപ്പോൾ ബാദ 5 ദഖായിഖ, 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അൽ മുദരിസ് നബ്ദഉ ദർസൽ ജദീദ. നബ്ദഉ ബദഅ ആരംഭിച്ചു,
നമുക്ക് അത് ആരംഭിക്കാം. നേരത്തെ പറയാൻ പറ്റുമോ? നബിത എവിടെയും വന്നിട്ടുണ്ട്. നബിത ബദ എബിത എന്നാണ്. ബദ അതന്നെ പറഞ്ഞു. ആ ബദ വായിച്ചിട്ടുണ്ടോ ഖുറാനിൽ? ഉണ്ട്, ഖുറാനിലുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് അത് കണ്ടുപിടിച്ച് ഗ്രൂപ്പിലിടുക. ഖുറാൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് ഭയങ്കര രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതാ വാക്ക്? ബദഅ. ബദ വന്നിട്ടുള്ളത് എനിക്ക് പൂർണ്ണക്രിയയായിട്ട് വന്നിട്ടുള്ളത് എനിക്കറിയില്ല. വേറെ വാക്കും കൂടി പറഞ്ഞല്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. അതെന്തായാലും കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു. ഒന്ന് സൂചിപ്പിച്ചത് എന്തായാലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അടുത്ത പേജ് തൊട്ട് ആ അത് മറന്നിട്ടുണ്ടെങ്കിൽ അത് ആ വാക്ക് എന്താണെന്ന് ചിലപ്പോൾ 100 പ്രാവശ്യം എഴുതേണ്ടി വരും. കാരണം നമ്മൾ ഖുറാൻ വായിച്ച് ആ വാക്കിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇതൊക്കെ പല ക്രിയകൾ വരുന്നുണ്ടാണ്. ഇതൊക്കെ പല ക്രിയകൾ മാത്രമല്ല. ബദ എബദ എന്ന വാക്ക് കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അതേസമയം ആ വാക്ക് അതിലധികം വന്നിട്ടുണ്ട്. ലായും അലിസ്മും പിന്നെ ബദയും. എന്താണ് ഒന്നുകൂടെ പറയും? ലായും അലിസ്മും ബദയും. അത് മാത്രം വരില്ല, അതെ അല്ലായും. അല്ലത്തി പറയുന്നിടത്ത് ലത്തി എന്ന് പറയുമോ? ഇല്ല. അതേപോലെ അല്ലത്തി എപ്പോഴും അല്ലത്തി വരില്ല. അല്ലതി എപ്പോഴും അല്ലതിയായിട്ടാണ് വരിക. അതേപോലെ അല്ലായി എപ്പോഴും അല്ലായി എന്നാണ് വരിക. അല്ലായി നിർബന്ധമായിട്ട് കണ്ടുപിടിക്കണം. അൽ ഇസ്മു സൂറത്ത് ഹുജറാത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നു. അത് 10 പ്രാവശ്യം, ചുരുങ്ങിയത് 10 പ്രാവശ്യം വായിക്കണം ആയത്ത്. ഗ്രൂപ്പിൽ നമ്മൾ 10 പ്രാവശ്യം വായിച്ചു വന്നു. ആയിക്കോട്ടെ. ഇന്നലെ നമ്മൾ പണ്ടൊക്കെ വായിച്ച് തെറ്റിപ്പോയതിനുള്ള കോമ്പൻസേഷൻ ആവുള്ളൂ. ശരിയാക്കണ്ടേ? തിരുത്തണ്ടേ? നമുക്ക് തിരുത്തണം എന്നുള്ളവർ മാത്രം 10 പ്രാവശ്യം വായിച്ചാൽ മതി. എല്ലാ ഉസ്താദ് പറഞ്ഞിട്ട് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറ്റം കിട്ടും. ഉസ്താദ് പറയുന്നില്ല നിർബന്ധമാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഓക്കെ. മഹലൻ യാ ഉസ്താദ്. മഹലൻ എന്താ? വരട്ടെ. പതുക്കെ. അതെ, പതുക്കെ ആകട്ടെ, വരട്ടെ ആവട്ടെ. വരട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയട്ടെ എന്നർത്ഥം. മഹലൻ എന്ന് പറയുന്നത് മഹലിന് ഏതൊക്കെ അക്ഷരങ്ങളാണ് അടിസ്ഥാന അക്ഷരങ്ങൾ? മായും ഹായും ലായും. മായും ഹായും ലായും ഉള്ള അടിസ്ഥാന അക്ഷരം 3 എണ്ണമായിരിക്കും. അടിസ്ഥാന അക്ഷരം 3 എണ്ണമാണ്. നമ്മൾ 3 അടിസ്ഥാന അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 3 ബേസിക് ലെറ്റേഴ്സ് പ്ലസ് സോയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. +1 or 2 or 3. അപ്പം നമ്മൾ 3 അടിസ്ഥാന അക്ഷരം കണ്ടെടുത്താൽ എന്തായാലും പഠിക്കണം. അപ്പം 3 അക്ഷരം മീം ഹ ലാമാണ് 3 അക്ഷരം. ഈ മീം ഹ ലാ എന്നുള്ള വാക്ക് ഖുറാനിലുണ്ട്. ലമ്മാ നക്തബ് മാ കതബ്ത അല സബൂറത്തി. നമ്മള് ബോർഡിൽ എഴുതിയതൊന്നും ഇതുവരെയായിട്ടും എഴുതിയിട്ടില്ല. ലമ്മാ നക്തബ് ഞങ്ങൾ എഴുതി കഴിഞ്ഞിട്ടില്ല. എന്താണോ ബോർഡിൽ എഴുതിയിട്ടുള്ളത്? മാ എന്തെന്നാണോ കതബ്ത ഞങ്ങൾ എഴുതിയത് അല സബൂറത്തി, സബൂറത്തിന്റെ മേൽ. അപ്പൊ സബൂറത്തിന്റെ മേലല്ല, നമ്മൾ ബോർഡിൽ എഴുതിയത്. ബോർഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ബോർഡിന്റെ മുകളിൽ എഴുതുന്നതല്ല, അല സബൂറത്താണ് പറയുന്നത്. പക്ഷെ നമ്മൾ ബോർഡിൽ എഴുതുന്നതാണ് മലയാളത്തിൽ പറയുന്നത്. താങ്കൾ ബോർഡിൽ എഴുതിയത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവധാനത പാലിക്കൂ മഹലൻ. ഓക്കെ, അവിടെ കിട്ടും. വേറെ എന്താ സംശയം ഉണ്ടോ? ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാലിഹായ അമല സ്വീകരിക്കട്ടെ. പഠിച്ച കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുക, ഖുർആനുമായി കണക്ട് ചെയ്യുക. ഖുർആനുമായി കണക്ട് ചെയ്യുന്നതിന് 2 ഉപയോഗമുണ്ട്. നമ്മൾ ഇത് പഠിച്ചിട്ട് എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടേ? ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഖുർആനിൽ ഉപയോഗിച്ച് നോക്കണം. ഇത് പഠിക്കുന്നതിനനുസരിച്ച് ഖുർആനിലത് ഉപയോഗിക്കുകയോ വായിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്ത് നോക്കണം. ഇതിൻ്റെ രൂപഭേദങ്ങൾ വല്ലതും ഖുർആനിൽ വന്നിട്ടുള്ളതാണ് നോക്കേണ്ടത്. ഈ രൂപം തന്നെ വന്നെന്ന് വരില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ രൂപഭേദങ്ങൾ, ബന്ധപ്പെട്ട പദങ്ങൾ
ഇവിടെ 2 അക്ഷരമാണെങ്കിൽ ചിലപ്പോൾ 2 അക്ഷരം അല്ല, ഈ 3 അക്ഷരമുള്ള ക്രിയയാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ 3 അക്ഷരമുള്ള രൂപമാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ 3+1 ആണെങ്കിൽ ചിലപ്പം എന്ത് വരും, സബ്ബഹ ഗ്രൂപ്പിൽ വരാം, അതേപോലെ അഞ്ചല ഗ്രൂപ്പിൽ വരാം, ജാഹദ ഗ്രൂപ്പിൽ വരാം. അതേപോലെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം, പരിശോധിക്കണം. അതേപോലെ തദക്കറ ഗ്രൂപ്പിൽ വരാം, ഇൻകലബ ഗ്രൂപ്പിൽ വരാം, യഖ്തലബ ഗ്രൂപ്പിൽ വരാം, ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽ വരാം. അതൊക്കെ നമ്മൾ നോക്കണം. ഈ പഠിച്ച വാക്ക് വേറെ പല രൂപങ്ങളിലും ഖുർആനിൽ പതിനുള്ളത് നോക്കണം. എന്നിട്ട് അവിടെ നമുക്ക് അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ അറബി പഠിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാനും കത്തെഴുതാനും നമ്മൾ പഠിക്കുന്നില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.